ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർകൾ, ഉദ്ഘാടകൻ ബഹുമാന്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ് അവർകൾ, ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാന്യനായ എം.പി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോവൻ അവർകൾ, ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ, അതുപോലെ സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ അടക്കം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികളിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നീന്തൽ പരിശീലനം, പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ കരാട്ടെ പരിശീലനം, മുഴുവൻ സ്കൂളുകൾക്കും കുട്ടികളുടെ എണ്ണമനുസരിച്ചുള്ള ടോയ്ലറ്റ് സംവിധാനം, ആരോഗ്യ സ്ഥാപനങ്ങൾക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമഗ്ര പദ്ധതികൾ, ടേക്ക് എ ബ്രേക്ക്, വയോജന വിശ്രമ കേന്ദ്രം, എല്ലാ ഘടക സ്ഥാപനങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്തുന്ന ISO സർട്ടിഫിക്കേഷൻ നേടാൻ കഴിഞ്ഞ ജില്ലയിലെ ഏക പഞ്ചായത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു വരുന്നു. കുന്നത്തൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അടക്കമുള്ള പൊതുസ്ഥാപനങ്ങൾ എല്ലാം തന്നെ മികച്ച നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ ഒരു വലിയ നേട്ടമായി കാണുന്നു. ജില്ലാ കളക്ടർ അനുവദിച്ചു നൽകിയ വസ്തുവിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ അടക്കമുള്ള സൗകര്യങ്ങളോടെ ഒരു പ്രീമിയം ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുവാൻ കഴിഞ്ഞതും ഈ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ നേട്ടമാണ്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒട്ടേറെ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കുന്നത്തൂരിന്റെ പ്രിയ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർകളെ സ്നേഹപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്ന കേരളത്തിന്റെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ് അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്പൂർണ്ണ അംഗനവാടി കെട്ടിട നിർമ്മാണ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തുന്ന ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാന്യമായ എം.പി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പകൽവേദ് ഉദ്ഘാടന പ്രഖ്യാപനം നടത്തുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോവൻ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഘടക സ്ഥാപനങ്ങളുടെ ISO പ്രഖ്യാപനം നടത്തുന്ന നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദേവിദാസ് IAS അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ശിവശങ്കരൻ നായർ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുന്ദരേശൻ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീ അജയകുമാർ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഗീതാകുമാരി, ശ്രീമതി രാജി എന്നിവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എന്റെ സഹപ്രവർത്തകരായ മുഴുവൻ ജനപ്രതിനിധികളെയും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീ ടി.ആർ. ശങ്കരപിള്ള അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീ അനിൽ കാരക്കാട്ട്, ശ്രീമതി സുധാചന്ദ്രൻ, ശ്രീ വി. ഹരികുമാർ, ശ്രീ അശ്വിനികുമാർ, ശ്രീ M.G. ഹരികുമാർ, ശ്രീ ബഷീർ ഒല്ലായിൽ, അഡ്വക്കേറ്റ് കണ്ണമൻ നായർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ രാമാനുജൻ തമ്പി എന്നിവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
കൂടാതെ പ്രസ്തുത പ്രവർത്തനങ്ങൾക്കെല്ലാം മാതൃകാപരമായി മുഴുവൻ ജീവനക്കാരെയും ഒന്നിപ്പിച്ച് നേതൃത്വം നൽകി കഴിഞ്ഞ 3 വർഷമായി സേവനം അനുഷ്ഠിച്ചു വരുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ അടക്കമുള്ള പഞ്ചായത്തിലെ എല്ലാ ജീവനക്കാരെയും ഘടക സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന അംഗനവാടി ടീച്ചേഴ്സ്, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ തുടങ്ങി ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.